ഗൈസ്, വെൽക്കം ബാക്ക് ടു പുണ്യ വ്ളോഗ്സ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു ഉച്ചയായി. അപ്പം നമ്മൾ പോകുന്ന ഇടമെന്ന് വെച്ചാൽ നമ്മളിവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ കാറ്റാടിയിൽ തന്നെ രാജരാജേശ്വരി അമ്പലത്തിലേക്ക് പോകുന്നതാണ്. അവിടെ നിന്ന് ചോറുണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്കില്ല, കുറേ ആളുണ്ട്. കാണിച്ചു വേറൊരാളായിട്ട് കാണിച്ചരാ. സാരമില്ല, ആർക്കും ചെയ്യും. അത് നമ്മളെ ശാലിനിച്ചിനെ കാണിച്ചരാ. ബ്ലാക്ക് അടിക്കും. ബേബി ഇതാ ബേബിനെ കൊണ്ടുപോയി. കൺമണി ഇങ്ങോട്ട് വാ, കൺമണിനെ കാണിക്കട്ടെ. ഓക്കെ ഇസാ ബേബി നമ്മളെ കൂടില്ല കേട്ടോ. എൻ്റെ അമ്മ ഇസാ ബേബിനെ കൊണ്ടുപോയി. ഇവിടെ എത്ര മണിക്ക് തന്നെ വീട്ടിൽ തന്നെ? നീ എത്ര മണിക്ക്? 12 മണിക്ക്. 12 മണിക്ക് കേട്ടാ. എത്ര മണിക്ക്? 2 മണിക്ക്. ഇവരെല്ലാം ചോറ് തിന്ന് ഇപ്പൊ സമയം 2 മണി ആവാനായിട്ടാ. എല്ലാരും നമ്മളെ കമന്റ് അടിക്കുന്ന നേരത്തെ എന്തായാലും ഓരോ പാത്രമെല്ലാം വടിച്ചു വെച്ചു. സാലി ഈ ഇടവഴിയിലൂട്ടിയാന്ന് പോന്നെ. ഇടിയാകുമ്പോ വെയിലൊന്നും ഉണ്ടാവില്ല, വേഗത്തും ചെയ്യും. റോട്ടുമേലാണെങ്കിൽ ഒടുക്കത്തെ വെയിലായിരിക്കും. ഇതാണ് ഗൈസ് എന്റെ ഞാൻ കളിച്ചു നടന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഒന്നുകൂടി കാണുമ്പോ ഭയങ്കര 90s ഓർമ്മ വരുന്നല്ലേ? എന്റെ അമ്മ ആ കാണുന്ന നോക്ക്, ചോറിന്റെ ക്യൂ വന്നിട്ടാ. അയ്യോ ഇതാ ബേബിനെ കൂട്ടാനുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയേ. അവിടുന്ന് ഇവിടെ എത്തുന്ന വരെ എന്താ പറയുക, കയ്യിൽ ഇസാ ബേബിൻ്റെ ക്യാപ്പ് ഉണ്ടായിനി, പിന്നെ കർച്ചിഫ് ഉണ്ടായിനി. അതെല്ലാം കയ്യിലുണ്ടായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഒടുക്കത്തെ വെയിൽ, ഭയങ്കര ചൂട്. അങ്ങനെ ചോറ് തിന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാം. അതുകൊണ്ട് അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നല്ല തിരക്കുണ്ടായിനി. എവിടെ നിന്നെല്ലാം ആൾക്കാരെല്ലാം വന്നതിനും തോന്നുന്നു. നല്ല തിരക്കുണ്ടായിനി. അപ്പം അവിടുത്തെ വിശേഷമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനി ഈ ഡ്രസ്സെല്ലാം ഒന്ന് ചേഞ്ച് ആവണം. ഡ്രസ്സെല്ലാം ചേഞ്ച് ആക്കിയിട്ടോ. ഞാൻ അമ്മേൻ്റെ മാക്സിയാണ് ഇട്ടത്. ഇപ്പം ഞാൻ അധികം എവിടെയെങ്കിലും പോയിട്ടെല്ലാം വന്നാൽ ഇങ്ങനെ കുറച്ച് എന്താ പറയുക, ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അമ്മേൻ്റെ മാക്സിയെല്ലാം എടുത്തിടും കേട്ടോ. വെറുതെ ഒരു രസം. ഒന്നാമത് ഇത് ലൂസാണ്, അപ്പോൾ നല്ലൊരു സുഖമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇതാണ്. പിന്നെ ഇസാ ബേബി ഉണ്ട്. ഇന്നലെ ഇവള് ഞാൻ പറഞ്ഞിട്ടില്ല, ഇന്നലെ ഉറങ്ങിയിട്ടില്ല. നട്സാണ് കേട്ടോ. അതിങ്ങനെ വായിൽ വെച്ചിരിക്കും, ചമക്കൊന്നുമില്ല. ചമക്കാൻ പറഞ്ഞാലും ചമക്കൂല. ചമക്കിസാ തൊണ്ടയിൽ കടിഞ്ഞോ ചമച്ച് തിന്നില്ലെങ്കിൽ നിനക്ക് തരൂല. അപ്പൊ ഇന്നലെ ഉറങ്ങാത്തോണ്ട് ഇവള് സാധാരണ ഇവളെ ഉച്ചക്ക് ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ സന്ധ്യാസമയാകുമ്പോഴത്തേക്ക് ഉറങ്ങിപ്പോവാറുണ്ട്. ഇന്നലെ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇന്നലെ ഇവര് ഗുഡ് ഗേൾ ആയിട്ടുണ്ടായിരുന്നു. ബേബി ഗുഡ് ഗേൾ അല്ലേ? അത് ചമക്ക്, എന്നാലും ഉറക്കാൻ കഴിയും. നിന്ന വേഗം ചമക്ക്. ഇപ്പൊ ഇവിടെ ആരും ഇല്ല കേട്ടോ. വിജി വേറെ സ്ഥലത്ത് പോയിട്ടാന്നുള്ളത്. വിജിയും പോയി, കൺമണിയും പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇസാ ബേബീനെ ഉറക്കിയാൽ ചിലപ്പോൾ ഞാനും ഉറങ്ങും. ഇപ്പൊ പിന്നെ ഞാൻ അധികം ഉച്ചക്കെല്ലാം കേട്ടോ വീഡിയോ എഡിറ്റ് ആക്കാൻ നിൽക്കല്. ഉച്ചക്ക് എഡിറ്റ് ആക്കിയിട്ടില്ലെങ്കിൽ അന്ന് രാത്രി ഞാൻ ഉറക്കം എഴുന്നിച്ച് ഞാൻ എങ്ങനെയെങ്കിലും ആയിട്ട് എഡിറ്റ് ആക്കും. അധികം ഞാൻ ഉച്ചക്കാന്ന് എഡിറ്റ് ആക്കല. അതുകൊണ്ട് ഉച്ചക്ക് ഇപ്പോൾ ഉറക്ക് കുറവാണ് വല്ലപ്പോഴും. പിന്നെ ഇങ്ങനെ എഡിറ്റെല്ലാം ആക്കി കഴിഞ്ഞ് കുറച്ച് സമയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ഇങ്ങനെ ഉറങ്ങിപ്പോ.
ഇസ ബേബിനെ ഉറക്കണം. ഉറങ്ങാൻ കുറച്ച് പണിയാണ്. ഇപ്പോൾ ഉറങ്ങലൊന്നുമില്ല. പിള്ളേർ വണ്ണം വെക്കുന്നവർ ഉറങ്ങലില്ല എന്നല്ല പറയലും. മുമ്പല്ലേ ഇവള് കുളിച്ചു കഴിഞ്ഞാൽ രാവിലെ ഉറങ്ങും. അന്നേരം നല്ലോണം ചെറുതേനു. ഇപ്പം വലിയ കുട്ടിയായില്ലേ, 2 വയസ്സാവാൻ ഒക്ടോബർ 14 ഇസ ബേബിക്ക് 2 വയസ്സാവും കേട്ടോ. എൻ്റെ കുപ്പായിലെടുത്ത് ഉച്ച ആയതുകൊണ്ടാണ് കേട്ടോ ഡ്രസ്സ് ഇട്ട് കൊടുക്കാത്ത. ചൂടാണ്. ഒന്നാമത് ഇവക്ക് ഭയങ്കര വേർപ്പ്. ബാ ഉറങ്ങാ. നിന്റെ വായിലുള്ള നോക്കിട്ട്. നിന്നോട് ഞാൻ ചമക്കാനല്ല പറഞ്ഞേ. ചമക്ക്, ചിരിക്കണ്ട, ചമക്ക്. അങ്ങനെയാ എല്ലാരും ചമക്കാ? അങ്ങനെയാ ചമക്ക എല്ലാരും? ചമക്ക്. ആളത്തമാശാക്കുന്നയാന്ന്. പെണ്ണിനെല്ലാം നല്ല കുരുത്തക്കേടുണ്ട്. കുരുത്തക്കേട് ഇനി മുതൽ ഇവർക്ക് ഇത് കൊടുക്കുന്നില്ല കേട്ടോ. അത് നഴ്സിങ്ങനെ ആട്ടെ തീരുമ്പോ വാങ്ങി വെക്കും. എന്നിട്ട് ഏട്ടൻ വരുന്ന സമയത്തെല്ലാം അതിൽ നിന്ന് 2 എണ്ണം തിന്നും. അപ്പോൾ ഇവക്കും കൊടുക്കും. ഇപ്പോൾ ഇവർക്ക് ജലദോഷം ആയതുകൊണ്ട് കൊടുക്കലില്ല കേട്ടോ. ഡോക്ടർ അങ്ങനെ കൊടുക്കണ്ടായിരുന്നു. ജലദോഷം ഉണ്ടാകുന്ന സമയത്ത് അതുകൊണ്ട് കൊടുക്കൽ കുറവാണ്. 1 അങ്ങനെ കൊടുത്തിട്ടുള്ളൂ. ഇവക്കൊരു കണക്കിന് കൊടുക്കാത്തന്നല്ല. എന്ന് വെച്ചാൽ ഇവക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിനെങ്കിൽ ഇവളത് എല്ലാം ഒരുമിച്ച് വായിലിടും. എല്ലാം ഒരുമിച്ച് വായിലിട്ട് ഇവളത് ചമക്കൂല. ഇതേപോലെ തന്നെ ഇങ്ങനെ വായിൽ വെച്ചിരിക്കും. അപ്പം ഇപ്പോൾ 1 കൊടുക്കും. ഒരു ദിവസം 1 കൊടുക്കും. ഇതന്നെ ഇപ്പോൾ കൊടുത്തിട്ട് 1/2 മണിക്കൂർ ഒറ്റാളായി. ബായ്സ ഉറങ്ങാ നമുക്ക്. അപ്പം ഞാൻ ഇവളെ ഉറക്കിയിട്ട് നമുക്ക് വൈകുന്നേരം കാണാം. ബൈ. ഇസ ബേബി ഉറങ്ങിയിട്ടാ. എനിക്ക് സമയം പോകാത്തോണ്ട് എനിക്ക് കൂട്ടിനെ അശ്വത്. ഇതെന്തെന്നാ വെറുതെ ഇങ്ങനെ ഇരുന്ന സമയം കളയാം. 4:30 ഇപ്പം അമ്മ വരും. ലിപ്സ്റ്റിക് പോയിക്കാം. ഞാൻ ഇനി ചായ വെക്കണം. ഇടയ്ക്ക് പോകണമായിരുന്നല്ലേ. അങ്ങനെ വന്ന് വീട്ടിലിരുന്നിട്ട് ബോറടിച്ചു. എപ്പോഴും കറക്കാനെ. അമ്മ വൈകുന്നേരം വരുന്ന സമയത്ത് എന്തെങ്കിലും കൊണ്ടുവരും. ഒന്നെങ്കിൽ ഹോട്ടലിൽ ബാക്കിയുണ്ടായ ബിരിയാണിയോ പിന്നെ അല്ലെങ്കിൽ ചായക്ക് എന്തെങ്കിലും കൊണ്ടുവരും. അങ്ങനെ അമ്മ ഇന്ന് കൊണ്ടുവന്ന 2 മാഗിയാണ്. അപ്പം വിചാരിച്ച് മാഗി ആക്കിയിട്ട് കഴിക്കാം. സത്യം പറഞ്ഞാൽ നമ്മൾ ബിരിയാണി കാത്തിട്ടാണ് നിന്നത്. 2-3 ദിവസം നമുക്ക് ഇതുപോലെ ബിരിയാണി കിട്ടിയോണ്ട് ആ ടൈം നമ്മൾ ബിരിയാണി കാത്ത് നിന്നതാണ്. പക്ഷെ ബിരിയാണി ഉണ്ടായിട്ടില്ല, ചമ്മിപ്പോയി. അപ്പം മാഗി ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് മാഗി ഉണ്ടാക്കാം. മാഗി ആക്കുമ്പോൾ തന്നെ ഇപ്പുറത്ത് നമുക്ക് ചായ ആക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചായ ആക്കാൻ വന്നതാണ്. അമ്മ കൊണ്ടുവന്ന പാല് കൂടി അല്ലാണ്ട് അവിടെ വേറെ 2 പൊട്ടിച്ച പാലും ഉണ്ടായിന്. 2 ലേശം ആയതുകൊണ്ട് ഞാൻ 2 എടുത്തേ. വെള്ളം ഉണ്ടാകുന്നതാണ്. നമുക്കില്ല ഇങ്ങനെ അതിന്റെ സൂപ്പില്ലേ അങ്ങനെ കുടിക്കാനാണ് ഇഷ്ടം. എക്സ്ട്രാ കുറച്ച് വെള്ളം കണ്ടിട്ടുണ്ടാകും. ഞാൻ ഇടക്കില്ലേ ചിക്കൻ മസാല ഇടലുണ്ട് കേട്ടോ. അല്ലേ മുളക് പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ചിക്കൻ മസാല, മുളക് പൊടി, കുരുമുളക് പൊടി. ഞാൻ വെറൈറ്റിയിലാക്കിയിട്ട് തിന്ന് നോക്കണം. ഗീവവേ കൊടുക്കാം. 1000 സബ്സ്ക്രൈബേഴ്സ് ആയാലും ഗീവവേ തരും.
ഏട്ടാ പഴം ജ്യൂസ് വേണോ? എൻ്റെ ക്യാമറ കാണുമ്പോൾ പതിഞ്ഞിരിക്കുന്ന കള്ളന്മാരാണ് ഇത്. എന്തെങ്കിലും ഞാൻ നിങ്ങളെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഇത്. വെള്ളം നേരത്തെ ആക്കിയിട്ട് വെച്ചാണ് കേട്ടോ. അപ്പൊ 11:30 നമ്മള് ജ്യൂസ് കുടിച്ചിന്. ആ സമയത്ത് ഏട്ടൻ ഉണ്ടായിട്ടില്ല. അപ്പൊ ഏട്ടനിക്ക് വേറെ തന്നെ എടുത്ത് വെച്ചാണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടി ജ്യൂസ് അടിക്കാം. ക്യാമറ അച്ഛനെയാണ് സ്റ്റാൻഡില്ല. പുറത്തിരുന്നിട്ട് തിന്നാൻ വേണ്ടിട്ട് നല്ല വൈബാണ്. നമുക്കെന്താ എനക്ക് തരൂലാട്ടാ. ഞാൻ എന്താ പറഞ്ഞ ബെഡിൽ മുദ്രക്കണ്ടാ മനസ്സിലേ? പിന്നെ നീ എന്തിനു ബെഡിൽ മുദ്രിച്ചേ? എന്ത് എന്ത് ചാർജറാ? ഇതിലാരും നിനക്ക് പറഞ്ഞേ ചാർജർ കൊണ്ടാ ചാർജർ? നിന്നോട് ബെഡിൽ മൂത്രയിക്കണ്ടെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. പിന്നെ നീ എന്തിനു ബെഡിൽ മൂത്രയിച്ചിനി? പിന്നെ നീ എന്തിനു ബെഡിൽ മൂത്രയിച്ചിനി? ഇങ്ങോട്ട് നോക്ക്, പറയുമ്പോ ഇങ്ങോട്ട് നോക്ക്. നിന്റെ മൂക്ക് ഞാൻ മുറിക്കോ, നിന്റെ മൂക്ക് മൂക്ക് ഞാൻ മുറിക്കുമ്പോ നിന്റെ മൂക്ക് മുറിച്ച് ഞാൻ ആന്റി കൊല്ലും പറഞ്ഞു. ആന്റി ആന്റിനെ ഞാൻ കണ്ട വൈകി പൈപ്പിക്കും. ആന്റിന്റെ മുത്തല്ലേ നീ ബെഡിൽ മുദ്ര വെച്ചിട്ട് അവള് കഥ പറയുന്നാടി ഇരുന്നിട്ട്. ഇനി എങ്ങനെയല്ലേ കിടക്കല്? ഞാൻ ആന്റി കിടക്കും. ഞാൻ കമ്മണി കിടക്കുമ്പോ ആടെ കടന്നോ, ഇങ്ങോട്ട് വരണ്ട. ഞാനും പപ്പയുടെ കടന്നോളൂ. നമുക്ക് കമ്മണി കടന്നോ. ആ പോയിക്കോ, ഇങ്ങോട്ട് വരണ്ട. ഓക്കെ ആ പോയിക്കോ, ഇങ്ങോട്ട് വരേ വേണ്ട. ഓക്കെ ഓക്കെ ബൈ. പോകുമ്പോ ഡോർ അടിച്ചേട്ടാ. ഡോർ അടിച്ചേ, ഇനി അവൾ ഇങ്ങോട്ട് വരണ്ട.
അങ്ങനെ ഇസാബേബി അപ്പുറം പോയ സമയത്ത് ഞാൻ വിചാരിച്ചു വേഗം ബെഡെല്ലാം ഒന്ന് വൃത്തിയാക്കി വെക്കാം. അപ്പോഴത്തേക്ക് അവൾ ഓടി എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. പിന്നെ ബെഡ് ഇങ്ങനെ വിരിക്കുന്ന സമയത്ത് ഇവളെ കുറച്ച് കോപ്രായങ്ങൾ ഉണ്ടാവേ. ഞാൻ താഴെ വെച്ച സാധനം എടുത്ത് പറക്കി മുകളിൽ തന്നെ ഇട്ടുതരും, അല്ലെങ്കിൽ കട്ടിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയോ ചെയ്യാം. അങ്ങനത്തെ എന്തെങ്കിലും ചില്ലറക്കളി അവളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെയാണ് ഞാൻ അവളപ്പുറം പോയ സമയത്ത് വേഗം ഒന്ന് ബെഡ് വിരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോഴത്തേക്ക് ഏട്ടനും വന്നിട്ടാ. അങ്ങനെ റൂം ക്ലീൻ ആക്കിയതിന് ശേഷം ഇസാബേബിക്ക് ആവി പിടിക്കാനുണ്ട്. അങ്ങനെ അവൾ ആവിയെല്ലാം പിടിച്ച് അവളുടെ ചുമ ഇപ്പോഴും മാറി. ഇസാബേബിക്ക് വേർപ്പ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ തലയിൽ ഇങ്ങനെ വേർപ്പ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയത്ത് ജലദോഷം മാറില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവരുടെ ജലദോഷം മാറാത്ത. ജലദോഷം മാത്രമല്ല ചുമയും. എന്താക്കുന്നേ? ആവി പിടിക്കുന്നയാ? നമുക്ക് ഉറങ്ങാ. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. See you. Bye.